Good morning to all. Welcome to our accountancy class. In the previous class, we discussed about errors and rectification of errors. In this class, we are going to discuss about our new chapter, depreciation, provision and reserve. നമുക്ക് നോക്കാം എന്താണ് ഡിപ്രീസിയേഷൻ, അതുപോലെ പ്രൊവിഷൻ എന്താണ്, റിസർവ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകും. മീനിങ് ഓഫ് ഡിപ്രീസിയേഷൻ: loss in the value and utility of asset due to their constant use and expiry of time is termed as depreciation. അതായത് ബിസിനസ്സിന് വേണ്ടി ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കുമ്പോൾ തേയ്മാനം കൊണ്ടോ പുതിയ കണ്ടുപിടുത്തം കാരണോ അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ടോ അവയ്ക്കുണ്ടാകുന്ന വിലക്കുറവിനെ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. ഇത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസാണ്. അതുപോലെ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് ഫിക്സഡ് അസറ്റിൻ്റെ മുകളിലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുക. ഡിപ്രീസിയേഷൻ്റെ മീനിങ് തേയ്മാനം, അതായത് ഒരു അസറ്റിലുണ്ടാവുന്ന കുറവിനെ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. നെക്സ്റ്റ്, നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. ഫസ്റ്റ് വൺ, ടു അസർട്ടൈൻ ട്രൂ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ, അതായത് ഒരു ബിസിനസ്സിൻ്റെ കറക്റ്റ് ഓപ്പറേഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. സെക്കൻഡ് വൺ, ടു പ്രസൻറ്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസ്സിൻ്റെ കറക്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കും. നെക്സ്റ്റ് വൺ, ടു അസർട്ടൈൻ ദ ട്രൂ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കറക്റ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് പ്രൊഡക്ഷൻ്റെ ചിലവ് എത്രയാണെന്ന് അറിയുന്നതിന് വേണ്ടി സഹായിക്കും. നെക്സ്റ്റ് വൺ, ടു കംപ്ലൈ വിത്ത് ലീഗൽ റിക്വയർമെൻറ്റ്, നിയമപരമായിട്ടുള്ള എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ, ടു അക്യുമുലേറ്റ് ഫണ്ട് ഫോർ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ഫണ്ടുകൾ കളക്ട് ചെയ്യണമെങ്കിലും എന്താവശ്യമാണ്, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ദീസ് ആർ ദ നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. ഫസ്റ്റ് വൺ, ടു അസർട്ടൈൻ ടു റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ. Second one, to present true and fair view of financial position. Third one, to ascertain the true cost of production. Next one, to comply with legal requirements. Last one, to accumulate funds for replacement of assets. Next, causes of depreciation. Depreciation കാരണം. First one, wear and tear. Wear and tear means when the fixed assets are put to use, the value of such asset may decrease. Such decrease in the value of asset is called wear and tear. അതായത് ഒരു അസറ്റ് ബിസിനസ്സിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വിലയിൽ കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ പറയുന്ന പേരാണ് വിയർ ആൻഡ് ടിയർ. നെക്സ്റ്റ് വൺ, ഒബ്സൊലിസൻസ്. ഒബ്സൊലിസൻസ് എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിലയിടിവിനെ പറയുന്ന പേരാണ് ഒബ്സൊലിസൻസ്. ഒബ്സൊലിസൻസ് may cause due to new invention, change in taste and fashion or change in demand of production. പുതിയ കണ്ടുപിടുത്തങ്ങളും ഉൽപ്പന്നത്തിൻ്റെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റവും അസറ്റിൻ്റെ വില കുറയാൻ കാരണമാകും. നെക്സ്റ്റ് വൺ, പാസേജ് ഓഫ് ടൈം, അതായത് കാലപ്പഴക്കം. ദ ലൈഫ് ഓഫ് അസറ്റ് ഗോ ഓൺ ഡിക്രീസിങ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. ദിസ് ഈസ് when the assets are exposed to the forces of nature like weather, wind, rain, etc. കാലപ്പഴക്കം കാരണം ഒരു അസറ്റിൻ്റെ വിലയിൽ ഉണ്ടാകുന്നതാണ് പാസേജ് ഓഫ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഡിപ്ലഷൻ. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇൻറ്റേർണൽ കോഴ്സ് ഓഫ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വാസ്റ്റിംഗ് അസറ്റ്സ് സച്ച് ആസ് മൈൻസ്, ഓയിൽ വെൽസ്, ഫോറസ്റ്റ് ലാൻഡ്സ്, quarries, etc. Here the causes of depreciation is owing to the physical deterioration by the exhaustion of natural resources. അതായത് ചില അസറ്റുകൾ നിരന്തരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവയിൽ ലഭിക്കുന്ന വിഭവങ്ങൾ കുറഞ്ഞു വരുന്നു, അവ ഉപയോഗശൂന്യമായി തീരുന്ന പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ആസ്തികളുടെ കാര്യത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് പ്രകൃതിയിലുള്ള അസറ്റുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക, അതിനെ പറയുന്ന പേരാണ് ഡിപ്ലഷൻ. നെക്സ്റ്റ് വൺ, അമോർട്ടൈസേഷൻ. It refers to the economic deterioration by the expiration of intangible asset.
അമോർട്ടൈസേഷൻ അഫക്റ്റ് ചെയ്യുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ മീൻസ് നോട്ട് ടച്ചബിൾ ആൻഡ് സീൻ, ദാറ്റ് ഈസ് പാറ്റന്റ്, കോപ്പിറൈറ്റ്, ഗുഡ് വിൽ. അതായത് ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഉപയോഗ മൂല്യം അഥവാ പീരീഡ് തീരുന്നതിനനുസൃതമായി പ്രസ്തുത അസറ്റിൻ്റെ വിലയിൽ വരുന്ന കുറവിനെയാണ് അമോർട്ടൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് ആർ ദ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ. ദേ ആർ wear and tear, second one obsolescence, third one passage of time, next one depletion, last one amortization. Next one factors affecting depreciation. Depreciation affect ചെയ്യുന്ന factors. First one original cost of the asset, second one estimated useful life of the asset, third one estimated scrap value, next one chances to obsolescence, last one legal provisions. Factors affecting depreciation നിങ്ങൾ ജസ്റ്റ് ഈ പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. നെക്സ്റ്റ് വൺ മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. Depreciation to be provided for during an accounting period, usually a year, is the function of depreciable amount and the method of allocation. Mainly there are two methods of depreciation. Depreciation നമ്മൾ കണക്കാക്കുക ഏതെങ്കിലും ഒരു വർഷത്തേക്ക്, ഏത് വർഷമാണോ അസറ്റ് യൂസ് ചെയ്യുന്നത് ആ വർഷത്തെ ഡിപ്രീസിയേഷനാണ് കണക്കാക്കുക. ഇനി മെയിൻലി ദർ ആർ ടു മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നതിന് രണ്ട് മെത്തേഡ്സാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഫസ്റ്റ് വൺ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, സെക്കൻഡ് വൺ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഇത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ഇവിടെ നമുക്ക് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് ഈ ക്ലാസ്സിൻ്റെ കൂടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ, എന്താണ് റിസർവ് അതുപോലെ എന്താണ് പ്രൊവിഷൻ എന്നുള്ളതും കൂടെ ഈ ചാപ്റ്ററിൻ്റെ ഈ ഒരു ടോപ്പിക്കിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് പഠിക്കാം. നെക്സ്റ്റ് പ്രൊവിഷൻസ് ആൻഡ് റിസർവ്. മീനിങ് ഓഫ് പ്രൊവിഷൻ: ഇറ്റ് ഈസ് ദ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് വിച്ച് ഈസ് സെറ്റ് അപ്പാർട്ട് ഫോർ എനി ഓഫ് ദ ഫോളോയിങ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാകുന്ന ബിസിനസ്സിലുണ്ടാകാവുന്ന ചെലവിലേക്ക് വേണ്ടിയിട്ടൊരു തുക മാറ്റി വയ്ക്കുന്നതിനെ പറയുന്ന പേരാണ് പ്രൊവിഷൻ. ഇറ്റ് ഈസ് ദ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് വിച്ച് ഈസ് സെറ്റ് അപ്പാർട്ട് ഫോർ എനി ഓഫ് ദ ഫോളോയിങ്. താഴെ പറയുന്ന കേസുകളിലാണ് മാറ്റി വയ്ക്കുന്നത്. ഫസ്റ്റ് വൺ ദ എമൗണ്ട് റിട്ടേൺ ഓഫ് ഓർ റീറ്റെയിൻഡ് ബൈ വേ ഓഫ് പ്രൊവൈഡിങ് ഫോർ ഡിപ്രീസിയേഷൻ, റിന്യൂവൽ ഓർ ഡിമിന്യൂഷൻ ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ്. Second one, the amount retained by way of providing for any non-liability of which the amount cannot be assessed with substantial accuracy. Example, provision for depreciation, provision for taxation. അതായത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ചെലവുകളോ ബാധ്യതകളോ നേരത്തെ മനസ്സിലാക്കി അതിനായി പണം മാറ്റിവെക്കുന്നതിന് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ, ഇൻകം ടാക്സ് പ്രൊവിഷൻ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇവ നിർബന്ധമായും ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. അതായത് പ്രൊവിഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. കാരണം ഇത് എക്സ്പെൻസാണ്, അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. നെക്സ്റ്റ് മീനിങ് ഓഫ് റിസർവ്. മീനിങ് ഓഫ് റിസർവ്: ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോഫിറ്റ് retained in the business not having any of the attributes of a provision. It is an appropriation of profit. അതായത് ബിസിനസ്സിൻ്റെ ഭാവിയിലേക്കുള്ള പുരോഗതിക്ക് വേണ്ടി ലാഭത്തിൽ നിന്നും ഒരു തുക മാറ്റി വയ്ക്കുന്നതിനെയാണ് റിസർവ് എന്ന് പറയുന്നത്. ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. എന്നാൽ റിസർവ് എന്താണ് പറയുന്നത്? ബിസിനസ്സിൻ്റെ ഭാവിയിൽ ഉണ്ടാകുന്ന പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരു തുക മാറ്റി വയ്ക്കുന്നതിനെ പറയുന്ന പേരാണ് റിസർവ്. ഇനി ഇതെന്താണ്? ബിസിനസ്സിന് ലാഭം ഉണ്ടെങ്കിൽ മാത്രമാണ് റിസർവ് ഉണ്ടാവുള്ളൂ. ഇനി നെക്സ്റ്റ് റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ എമൗണ്ട് ഓഫ് റിസർവ് ഈസ് നോട്ട് കെപ്റ്റ് ഇൻ ദ ബിസിനസ് ആസ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഇൻസ്റ്റഡ് the same is invested in the purchase of outside security
ഈസ് കോൾഡ് റിസർവ് ഫണ്ട്. അതായത് റിസർവായി മാറ്റിവെക്കുന്ന തുക മറ്റേതെങ്കിലും ബിസിനസ്സിൽ വർഷം തോറും നിക്ഷേപിക്കുന്നതിനെ പറയുന്ന പേരാണ് റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ റിസർവായി മാറ്റിവെക്കുന്ന തുക വേറെ ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് റിസർവ് ഫണ്ട്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് റിസർവ്. മെയിൻലി ദർ ആർ 2 types of reserve, റവന്യൂ റിസർവ് ആൻഡ് ക്യാപിറ്റൽ റിസർവ്. നോക്കാം എന്താണ് റവന്യൂ റിസർവ്. റവന്യൂ റിസർവ്സ് ആർ ദോസ് റിസർവ് വിച്ച് ആർ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ബൈ വേ ഓഫ് ഡിവിഡൻഡ്. റവന്യൂ റിസർവ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ഗ്രൂപ്പ്. അതായത് വ്യാപാരത്തിൻ്റെ ലാഭത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയാണ് റവന്യൂ റിസർവ്. ഇവയെ താഴെ പറയുന്ന രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അത് ബിസിനസ്സിന് ലാഭം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയെ പറയുന്ന പേരാണ് റവന്യൂ റിസർവ്. ഇനി റവന്യൂ റിസർവ് 2 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ജനറൽ റിസർവ്, സെക്കൻഡ് വൺ സ്പെസിഫിക് റിസർവ്. ഇനി ജനറൽ എന്താണ്? നമുക്ക് ആ ടേമിൽ തന്നെ അറിയാം അല്ലേ, എന്താണ് ജനറൽ റിസർവ്. ജനറൽ റിസർവ്സ് ആർ ദ റിസർവ്സ് വിച്ച് ആർ നോട്ട് ക്രിയേറ്റഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടല്ലാതെ മാറ്റിവെക്കുന്ന തുകയെ പറയുന്ന പേരാണ് ജനറൽ റിസർവ്. ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി അല്ലാതെ മാറ്റിവെക്കുന്ന തുകയെ പറയുന്ന പേരാണ് ജനറൽ റിസർവ്. എക്സാമ്പിൾ കണ്ടിജൻസി റിസർവ്. സെക്കൻഡ് വൺ സ്പെസിഫിക് റിസർവ്. സ്പെസിഫിക് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് റിസർവ് ഈസ് ദ റിസർവ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാറ്റിവെക്കുന്ന തുകയെ പറയുന്ന പേരാണ് സ്പെസിഫിക് റിസർവ്. അതായത് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുകയാണ് സ്പെസിഫിക് റിസർവ്. എക്സാമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫ്ലക്ച്വേഷൻ റിസർവ്, ഡിബഞ്ചർ, റിഡംഷൻ റിസർവ്. എക്സാമ്പിളൊന്നും നിങ്ങൾ കാര്യമായിട്ട് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ദെൻ സെക്കൻഡ് കാറ്റഗറിയാണ് ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ്സ് ആർ ദോസ് റിസർവ്സ് വിച്ച് ആർ നോട്ട് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആസ് റിഗാർഡ്സ് കമ്പനീസ്. ഇനി ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തിൽ നിന്നല്ലാതെ ചില പ്രത്യേക സാഹചര്യങ്ങൾ വന്നു ചേരുന്ന വരുമാനത്തെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ റിസർവ്. അതായത് ബിസിനസ്സിൻ്റെ വരുമാനത്തിൽ നിന്നല്ലാതെ ബിസിനസ്സിലേക്ക് വന്നു ചേരുന്ന ഇൻകം, അതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ റിസർവ്. എക്സാമ്പിൾ പ്രോഫിറ്റ് പ്രിയോർ ടു ഇൻകോർപ്പറേഷൻ. ദെൻ പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. നെക്സ്റ്റ് പ്രോഫിറ്റ് ഓൺ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. ലാസ്റ്റ് വൺ നെക്സ്റ്റ് പ്രോഫിറ്റ് ഒബ്റ്റൈൻഡ് വൈൽ റെഡീമിംഗ് ഡിബഞ്ചേഴ്സ്. ദെൻ ലാസ്റ്റ് വൺ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്. ഫിക്സഡ് അസറ്റുകൾ വിൽക്കുമ്പോഴും അതുപോലെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഡിബഞ്ചർ റെഡീം ചെയ്യുന്ന സമയത്തൊക്കെ ബിസിനസ്സിലേക്ക് ഉണ്ടാകുന്ന വരുമാനത്തെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ റിസർവ്. ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് അടുത്ത വർഷം നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇഷ്യൂ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഒക്കെ അടുത്ത വർഷം പഠിക്കേണ്ട. അപ്പോൾ നമ്മളവിടെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. ഇവിടെ നിങ്ങൾ എക്സാമ്പിൾ മാത്രം നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രൊവിഷനും റിസർവും തമ്മിലുള്ള വ്യത്യാസം. ഫസ്റ്റ് വൺ പ്രൊവിഷൻ ഈസ് ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് വേറാസ് റിസർവ് ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് നിന്ന് മാറ്റിവെക്കുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് പ്രൊവിഷൻ. എന്നാൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ മാറ്റിവെക്കുന്ന തുകയെ പറയുന്ന പേരാണ് പ്രൊവിഷൻ. എന്താണ് പ്രോഫിറ്റ് നിന്ന് അല്ലാതെ മാറ്റിവെക്കുന്ന തുകയെ പറയുന്ന പേരാണ് പ്രൊവിഷൻ. എന്നാൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് നിന്ന് മാറ്റിവെക്കുന്ന തുകയെ പറയുന്ന പേരാണ് റിസർവ്. റിസർവ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റിൽ നിന്ന് ഒരു തുക മാറ്റിവെക്കുന്നതിന് പറയുന്ന പേരാണ് റിസർവ്. സെക്കൻഡ് വൺ പ്രൊവിഷൻ ഈസ് കെപ്റ്റ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ബട്ട് ദർ ഈസ് നോ സച്ച് സ്പെഷ്യൽ പർപ്പസ് ഫോർ മെയിൻറ്റെയിനിങ് റിസർവ്. പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതിന് പറയുന്ന പേരാണ് പ്രൊവിഷൻ. എന്നാൽ റിസർവിൽ അങ്ങനത്തെ പ്രത്യേക ആവശ്യങ്ങളോ ഒന്നും ഇല്ല. ദെൻ തേർഡ് വൺ പ്രൊവിഷൻ വിൽ ബി മെയിൻറ്റെയിൻ ഇറസ്പെക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് വേറാസ് റിസർവ് വിൽ ബി മെയിൻറ്റെയിൻ ഓൺലി ഇഫ് പ്രോഫിറ്റ് ഹാവ് ബീൻ ഏൺഡ്. ഇനി പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ പ്രോഫിറ്റ് ഇല്ലെങ്കിലും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം, പ്രോഫിറ്റ് ഈസ് മസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ പ്രൊവിഷൻ ഈസ് ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേറാസ് റിസർവ് ഷോൺ ഓൺ ദി
ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രൊവിഷൻ കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്, എന്നാൽ റിസർവ് കാണിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. നെക്സ്റ്റ് വൺ, യൂഷ്വലി പ്രൊവിഷൻ ഈസ് ഷോൺ ബൈ വേ ഓഫ് ഡിഡക്ഷൻ ഫ്രം ദി എമൗണ്ട് ഓഫ് ഐറ്റം ഫോർ വിച്ച് ഇറ്റ് ഈസ് ക്രിയേറ്റഡ്, whereas reserve is shown as separate item in the liability side of balance sheet. ഇനി പ്രൊവിഷൻ നമ്മൾ കാണിക്കുക ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് ഐറ്റം മൈനസ് ചെയ്തിട്ടാണ് കാണിക്കുക. ഇതും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. എന്നാൽ റിസർവ് ഈസ് ഷോൺ ആസ് എ സെപ്പറേറ്റ് ഐറ്റം. റിസർവ് ഒരു സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. നെക്സ്റ്റ് വൺ, പ്രൊവിഷൻ കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവിഡൻഡ്, whereas reserve can be utilized for distributing dividend. ഇനി പ്രൊവിഷൻ എന്താണ്, ഒരിക്കലും ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. എന്നാൽ റിസർവ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഡിവിഡൻഡ്. എന്നാൽ റിസർവ് എന്തിനുപയോഗിക്കും? ഡിവിഡൻഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്. നോട്ട്ബുക്കിലേക്ക് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ട് പഠിക്കുക. എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ളതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്.